പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്ററുകൾ ചുറ്റി വരേണ്ട ഒരു സാഹചര്യം വരെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ എല്ലാവരും ചേർന്ന് ഇതെടുത്ത് മാറ്റുക. അധികാരികൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങൾ കൂടി അവരുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം കരുതി ഇതെടുത്ത് മാറ്റുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും അല്ലാതെ നടക്കില്ല. അതാണ് അതുകൊണ്ടൊന്നും നടക്കില്ല. ഇവിടെ എത്ര പ്രാവശ്യം സ്റ്റേഷനിൽ ചെന്ന് അറിയിപ്പ് കൊടുത്തിട്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രം നോക്കിയാണ്. അതുകൊണ്ട് ഇന്ന് ഒരിക്കൽ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് പറയും. അത് അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇതെടുത്ത് മാറ്റിയിട്ട് ഈ പാവം കുഞ്ഞുങ്ങളുടെ സംരക്ഷണം കരുതി കുഞ്ഞുങ്ങൾക്ക് ഈ സ്കൂളിൽ ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് കുഞ്ഞുങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഞങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കുന്നതിനാണ് പറയുന്നത്. അതിനുള്ള പരിഹാരം കണ്ടെത്തണം. അതിലുപരി ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളെയും ജനപ്രതിനിധികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ജനങ്ങളെല്ലാം സംഘടിച്ച് അതിനുവേണ്ട പരിഹാരം കണ്ടെത്തുക. ഇനി സ്കൂളൊക്കെ തുടങ്ങാൻ പോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് തുറന്നു കൊടുക്കണമെന്ന് തന്നെയാണ്. അതെ. ഓക്കെ. അടച്ചിട്ടിട്ട് നമുക്ക് പാലം ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. പാലം പണി തുടങ്ങിട്ട് പാലം തുടങ്ങുമ്പോൾ അടയ്ക്കട്ടെ. അതുപോലെ തുറന്നുകൊണ്ട് കുട്ടികളും മറ്റുള്ളവരും അങ്ങോട്ട് ചെന്ന് പോകാനുള്ള എല്ലാ സംവിധാനവും അതിലുണ്ടാവും. പാലം തുടങ്ങുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അടച്ചോളൂ. നമുക്ക് അതിൽ ഒരു ഇപ്പൊ തുറന്നു കൊടുക്കണം. പിന്നെ ഇപ്പൊ എന്ത് ബുദ്ധിമുട്ടാണ് ഒന്നാമത് ഇടറോഡ് വഴി പോകാനുള്ള സൗകര്യമില്ല. ഇതാണ് ഇവിടെയുള്ള കുമരചന്തയുടെ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത്. മേൽപ്പാലം എല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ ആ മേൽപ്പാലം തൂണുകളിൽ സ്ഥാപിക്കണമേ എന്നതാണ് ഇവിടെ രൂപീകരിച്ച സമരസമിതിയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി റിയാസിനും അതോടൊപ്പം തന്നെ ശശി തരൂർ എംപിക്കും നിവേദനം സമർപ്പിച്ചു. 20 അടി നീളമാണ് അല്ലെങ്കിൽ വീതിയാണ് ഇപ്പോൾ ഈ ഒരു റോഡിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് 30 അടി വിസ്തീർണത്തിലേക്ക് മാറ്റണമെന്നും അതുവഴി മാത്രമാണ് വാഹനം സുഗമമായി കടന്നു പോകേണ്ടതും അതോടൊപ്പം തന്നെ പില്ലറിന്റെ എണ്ണം കൂട്ടണമെന്നുള്ള നിർദ്ദേശമാണ് വീണ്ടും ഹർജിയായി സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമ്പലത്തറ, പൂന്തറ, കുമരചന്ത ഭാഗങ്ങളിൽ നിർമ്മിക്കാൻ പോകുന്ന മേൽപ്പാലം ഇരുവശവും അടച്ച് അത് നാടിന്റെ വികസനം തടസ്സപ്പെടുന്ന രീതിയിൽ ആകരുത് എന്നും ആവശ്യമായ തൂണുകൾ സ്ഥാപിച്ച് ഈ പ്രദേശത്തിന്റെ വികസനത്തിന് ആവശ്യമായ അടിപ്പാതകൾ നിലനിർത്തി എത്രയും പെട്ടെന്ന് പാലം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള നിവേദനം പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ ഹൈവേ സംരക്ഷണ സമിതി ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് ഹൈവേ സംരക്ഷണ സമിതി ചെയർമാൻ YM താജുദ്ദീൻ, കൺവീനർ രഞ്ജിത്ത് രാജൻ, കൌൺസിലർ S സലീം, കൌൺസിലർ BV രാജേഷ്, പൂന്തറ ശ്രീകുമാർ, ജമാഅത്ത് ജനറൽ സെക്രട്ടറി മാഹിൻ, മദവിൽ ക്ഷേത്ര ഭാരവാഹി തമ്പിസാർ എന്നിവർ സമർപ്പിച്ചു. ഇവിടെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴായി മലയാള ജനതാ ന്യൂസ് വഴി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് പൂന്തറ കുമരിച്ചന്തയും പരുത്തിക്കുഴി ജംഗ്ഷനും. നാളെ സ്കൂൾ തുറക്കുന്നതോടെ എന്താകുമെന്നുള്ളത് ആദ്യമാണ് പലർക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം. മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തെരുവ്. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും.